கைவேடா இது என்னங்க புரியுதா? அப்ப சொல்லு. அத்தனை பித்தளை தவளாச்சி மரியம் வந்து விளக்கூதி. நான் சொல்ற மாதிரி சொல்ற. என் உயிர் அண்ணனுக்கு. என் உயிர் அண்ணனுக்கு. என் உடல் அண்ணனுக்கு. என் உடல் அண்ணனுக்கு. நான் காதலிக்க மாட்டேன். நான் காதலிக்க மாட்டேன். கல்யாணம் பண்ண மாட்டேன். நான் கல்யாணம் பண்ண மாட்டேன். சத்திய பிரதிஜ்ஞா. நான் தப்பு பண்ணினா என் சாவு அண்ணன் கையில ஏத்துக்கிறேன். நான் தப்பு பண்ண என் சாவு அண்ணன் கையில ஏத்துக்கிறேன். இது சத்தியம். ഇത് സത്യം. ഓപ്പൺ ചലഞ്ച്. ഇവിടുന്ന് ഒരുത്തൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ലെറ്റ്സ് ഡു ഇറ്റ് ബ്രദർ, ലെറ്റ്സ് ഡു ഇറ്റ്. ഒരു കുഴപ്പമില്ല എനിക്ക്. അങ്ങനെ ഒരാള് ഇവിടുന്ന് പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ കൊണ്ടുപോകാം ആരെ വേണമെങ്കിലും. ആൻഡ് പ്ലീസ് നോട്ട്, അതൊരു എക്സ് TVA മെമ്പർ അല്ല ഞാൻ പറയണത്, TVA മെമ്പർ കറന്റ്ലി കളിച്ചുകൊണ്ടിരിക്കുന്നതിനകത്തൊന്ന് ഒരുത്തൻ പോവെങ്കിൽ കൊണ്ടുപോവാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. ഇതെന്താ? ഹലോ, Pelari rambut ketika dipegang Kak Windy. ഇതെന്താ സാധനം? ഹലോ, മസിൽസ് റിലീസ് ചെയ്യുന്നതാന്ന് തോന്നുന്നു. മസിൽസ് തൊടയാണെന്ന് തോന്നുന്നു പിടിക്കും. വേണ്ട, അതൊന്നും അല്ലടാ, അത് കാണടാ. അത് ജോക്കി വേറെ. ആ എന്താ ജോക്കി ഇത്? എടാ അത് മനസ്സിലാവാത്ത പോലെ ഇരിക്കാം. മസില് ലാസ്റ്റ് ഞാൻ വലുതാക്കാനോ? ചെറുതാക്കിയപ്പോ ചെറുതായി പോയോ? അതായത് ഇറ്റാച്ചി ഇത് വന്നിട്ട് ജുഹുറിന്റെ ഗേൾഫ്രണ്ട്, അത് വന്നിട്ട് മന്ദാപ്പിയുടെ ഗേൾഫ്രണ്ട്, ഇത് വന്നിട്ട് ഇത് സൈപ്പിന്റെ ഗേൾഫ്രണ്ട്, മറ്റത് അത് വന്നിട്ട് വാസോണ്ടന്റെ സെറ്റപ്പ്. അല്ല, വാസോന്റെ ഗേൾഫ്രണ്ട്. അപ്പൊ ഇവിടെ ആരും റിസീവ് ഇല്ല. അല്ല അല്ല അയ്യോ അയ്യോ അല്ല, സിംഗിളായിട്ട് നടക്കണ എന്നെ പോലത്തെ ആൾക്കാരെ പറ്റി അപവാദം. എടാ നീ ഒന്ന് പോസ് അടിച്ച ആ നീല ഡ്രസ്സിൽ വയറും തള്ളിയിരിക്കുന്നുണ്ടോ? അതാണ് മോബിയുടെ ഗർഭിണിയായ ഗേൾഫ്രണ്ട്. ഇതൊക്കെ എന്താണോ? ഒരു മിനിറ്റ് ജോക്കി, എനിക്ക് ഒരു കോള് വരുന്നു, ഒരു സെക്കൻഡ്. ഇത് ആര് ഈ സമയത്ത് കിടന്ന് വിളി? ഹ്യൂമനാ? വേറെ ആര് വിളിക്കും? ഇയാളെ വിളിച്ചേ? എന്ത് ചെയ്യുന്നു രഘുൽവിയം? പുറത്തു പോയിട്ട് ഇപ്പം തന്നെ ഒന്ന് ഞാൻ ഇതാര് വന്നല്ല? സുണ്ട് വന്നല്ല? സുണ്ട് വന്ന സുണ്ട് സുണ്ട് ദർശനല്ല പറഞ്ഞേ. അയ്യോ ദർശനല്ല പറഞ്ഞേ. അയ്യോ ദർശനയല്ല ഞാൻ പറഞ്ഞേ. നീയൊക്കെ എന്ത് ചെയ്യാനാണ്? ഞാൻ എനിക്ക് അണ്ണാ സ്കിപ്പ് ആക്കല്ലേ. വെയിറ്റ് ഫോർ ദ മാജിക്. That's when my thoughts can be dangerous. That's when I put on my makeup and drown in self-hatred, forget what I'm saying. Where the beat go? ഇത് കണ്ടതാ? ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ ഇത് സാധനമാണ് ഗൈസ്. ഇത് കണ്ടാ നിങ്ങൾ അതിന്റെ ഡീറ്റെയിലിംഗ്? വേർപ്പൊക്കെ ഏത് സാധനമാണ് അത്? എടാ ഞാനിപ്പം ഭയങ്കര ഞാൻ തെരുവിലേക്ക് നിർത്തി. ഞാൻ ഭയങ്കര ഡീസന്റ് ആയിട്ടിരിക്കുന്ന ആളിയാ. ദയവ് ചെയ്ത് എന്നെ ട്രിഗർ ചെയ്യരുത്. എന്റെ തൈലത്തിന് ഇപ്പൊ നല്ല സെയിൽസും റിവ്യൂ എല്ലാം ഉള്ള സമയമാണ്. വെറുതെ അനാവശ്യമായിട്ട് ട്രിഗർ ആയാൽ ഞങ്ങളുടെ തൈലത്തിനെയൊക്കെ അത് ബാധിക്കും. ഞാനിപ്പോ അവരുമായിട്ട് നല്ലൊരു കൊളാബില് പൊക്കോണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ ലൈവ് ഒന്നും വരാത്തത്. നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ഇപ്പൊ. ഒരു BMW ഒക്കെ ഇതുപോലത്തെ ഒരു സാധനമൊക്കെ മേടിച്ചിട്ട് ഇങ്ങനത്തെ ഈ ലിവറി ഒക്കെ അടിച്ച് എനിക്ക് കൊണ്ടു നടക്കും. ഈ ലിവറി അല്ല, കുറച്ചും കൂടെ ഇതായിട്ടുള്ള ലിവറി. ഞാൻ ആർട്ട് വർക്ക് കുറച്ചൊന്ന് അണ്ണാ, ഇത് ഞാൻ എഴുതി ക്രിയേറ്റ് ചെയ്തൊരു സോങ് ആണ്. വെച്ച് ക്രിയേറ്റ് ചെയ്തത്. ഇതുപോലത്തെ വേറെ സോങ്ങും ഉണ്ട്. അത് ചാനലിലുണ്ട്. ചാനൽ നെയിം
വെച്ചൊക്കെ പാട്ടിറക്കി തുടങ്ങി കേട്ടോ ആൾക്കാർ. ഇനിയിപ്പൊ പാടാനും വേണ്ട, ഒന്നും വേണ്ട. പാടുവോ? ആ പാടിയൊക്കെ ഈ ജീവിതം മായായ പമ്പരം, ഈ ഓർമ്മയോ മായായ മുമ്പരം. ഒക്കെ ഇത്ര നന്നായിട്ട് പാടുമെങ്കിൽ പിന്നെ ഇനി പക്ഷെ എന്ത്? നിന്റെ മറ്റേ വീഡിയോ ഏകദേശം ഇതേ വോയിസ് തന്നെ തോന്നുന്നില്ല. നിന്റെ മറ്റേ വീഡിയോ ഉണ്ടല്ലോ MRC ഇറക്കിയത്. ഏത് വാസുവേ ആളില്ലാത്ത നേരം നോക്കി നീ വന്നു അല്ലേ? ആണോ അതോ അല്ലേ? അത് എന്ത് സാധനം അല്ലേ? ലോകമോ കാണാമ്പരം. കൊള്ളാം. പക്ഷെ ഈ കുറച്ചുകൂടി നന്നായിട്ടുള്ള ഒരു വോക്കലില് നീ അത് ചെയ്താലല്ലോ ലിറിക്സ്. വോക്കലിന്റെ തോന്നുന്നു വരുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞ ദിവസം ലൈവ് ഒക്കെ വരാതെ പോയില്ലായിരുന്നു. ഞാൻ വെച്ചാ മറ്റേ T47 തള്ളക്കി വിളിക്ക് ശേഷം എന്റെ മൗസ് പൊട്ടിയത് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ആ മൗസുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഞങ്ങൾ രണ്ടും. കാരണം ഞാൻ കൊച്ചിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് വീട്ടിൽ പോകുമ്പോൾ കൂടെ ബാഗിൽ കൊണ്ടുപോകും. അവിടെ വരുമ്പോഴും ആ മൗസ്, ഇവിടെ വരുമ്പോഴും ആ മൗസ്. ഉറങ്ങുമ്പോ കൂടെ കിടത്തോളിയാ പുതപ്പിന്റെ ഇടയ്ക്ക്. എനിക്കത് ഭയങ്കര വിഷമമായി. എനിക്ക് പറ്റിയില്ല, എനിക്ക് ഒട്ടും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷമമൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? 2.5-3 വർഷം ആവുന്നു. ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരിടത്ത് പോലും പോയിട്ടില്ലേ? അതായത് ഞാനും അവളും കുഞ്ഞുമായിട്ട് മാത്രമല്ല, ഞാനും അവളുമായിട്ട് മാത്രം എങ്ങും പോയിട്ടില്ല. പോകുമ്പോഴൊക്കെ കസിൻസും എല്ലാവരും ആരിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ വട്ടം ഞങ്ങൾ അതെല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരുടെ മാത്രം ഒരു ട്രിപ്പ് പോയി. ഞാനതൊരു നല്ലൊരു ഡോക്യുമെന്റ്, എനിക്കത് ഡോക്യുമെന്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് എല്ലാം ഫുള്ള് വ്ളോഗ് ചെയ്ത് ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്യണത്. അത് ഞാൻ ഷൗടെക്സിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഷൗടെക്സിന്റെ കയ്യിൽ. ഷൗടെക്സ് എന്ന് തരും? 2 ദിവസത്തിനുള്ളിൽ വരാം. 2 ദിവസത്തിനുള്ളിൽ തരും ഷൗടെക്സ്. അത് ഗൈസ്, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോണ്. ഞാൻ ഇനി മറ്റേ എന്റെ വ്ളോഗ് ചാനൽ ഞാൻ മറന്നു. അതിന്റെ മോണിറ്റൈസേഷൻ ഒക്കെ ഡിസേബിൾ ആയി, എല്ലാം പോയി. അതുകൊണ്ട് ഞാൻ വ്ളോഗ് എന്റെ മെയിൻ ചാനലിൽ തന്നെ ഇട്ടോളാം. ഓക്കെ, ആ വ്ളോഗ് റോ ആയിട്ട് കണ്ടാലും കിടിലാണ് ട്ടാ. ഞാൻ വെറുതെ എല്ലാ ക്ലിപ്പും കൊണ്ടുപോയി. ഷൂട്ട് ചെയ്തേ ജോക്കി മൊത്തം വിഷ്വൽസ് കിടില വിഷ്വൽസ്. അത് മൊത്തം ജോക്കി എന്റെ കയ്യിലുള്ള ഫുൾ ഗാഡ്ജറ്റ്സും കൊണ്ടാ പോയത്. ഡ്രോണ്, ക്യാമറ, DSLR, ഓസ്മോ, മറ്റേ ആക്ഷൻ 6 എല്ലാം കൊണ്ടുപോയി, എല്ലാം. സോ എനിക്കതൊരു സീരീസ് ആയിട്ട് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട്. ഞാൻ വാഗ്ദാനം ഒന്നും തരുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഇന്നൊരു ക്യാമറമാനെ ഹയർ ചെയ്തത് ഗൈസ്. അപ്പൊ എനിക്കൊരാളെ കിട്ടി. പുള്ളി ഭയങ്കര കിടിലമാണ്. അപ്പൊ അടുത്തൊരു ട്രിപ്പ് ഇത് ഞാൻ പിന്നെ പറയാം. സർപ്രൈസ് വ്ളോഗ് ചാനൽ ഇട. ഇല്ല ബ്രോ, അതിനി പൊക്കിക്കൊണ്ട് വരാൻ വലിയ പാടാ. പക്ഷെ അത് പൊക്കിക്കൊണ്ട് വന്ന ഒരു പ്ലേ ബട്ടണൂടെ കിട്ടും. അതിന് എനിക്ക് എത്ര എന്റെ ചാനലിന്റെ പേരെന്തായിരുന്നു ഗൈസ്? ഈഗിൾ ഗെയിമിംഗ് വ്ളോഗ്സ്. ഈഗിൾ വ്ളോഗ്സ് ആൻഡ് ടെക്. 10K മതിയടാ. അയ്യോ, 10K മതി കേട്ടാ. എന്റെ ഒരു ആഗ്രഹം എന്താന്ന് പറയട്ടെ ഞാൻ നിങ്ങളുടെ അടുത്ത്. എനിക്കിത് ഈ പുള്ളിയെ പോലെ ഒരു വ്ളോഗർ ആവണം. ചെയ്യുവാണെങ്കിൽ ആണ്ടിലൊരിക്കൽ പോയാൽ മതി. പക്ഷെ എനിക്കിത് ഇങ്ങേരെ പോലെ ഒരു വ്ളോഗർ ആവണം. പുള്ളിയുടെ വ്ളോഗിന്റെ പ്രസന്റേഷൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആളുടെ ഭയങ്കര ഫാനാ. പുള്ളിയുടെ വീഡിയോയുടെ ജസ്റ്റ് ഒരു വ്ളോഗിന്റെ ഇൻട്രോ കാണണ്ടോണേ. हम पिछले आधे घंटे से वेट कर रहे हैं जस्ट टू सी दीज गाइज मीटिंग. ഇത് പുള്ളിയുടെ ഇൻട്രോയാ.
ആണോ? Every day they YouTube take ad out the on the blood videos. from the different cow. I don't know how they drink. ഇങ്ങനൊരു സാധനം ചെയ്യണം. ചെയ്യുന്ന വ്ളോഗ്സ് ഒക്കെ എനിക്ക് ഇങ്ങനെ ചെയ്യണം. Welcome to Masai Mara. ഡിസ്കവറി ചാനലാണോ? എടാ പോടാ. एकदम से एक्शन हुआ और सब भागे चीता ने एकदम से अटैक किया. അത് വില്ലം ബ്രോ, ഞാൻ സ്റ്റോറി ഇട്ടപ്പോഴേ വില്ലം ബ്രോ പറഞ്ഞ എന്താണെന്നറിയാവോ? എടാ ഇതുപോലൊരു വ്ളോഗ് ഞാൻ എടുത്തു തരാം. കുഞ്ഞ് വില്ലം ബ്രോയുടെ വൈഫിന്റെ ഡെലിവറി അല്ലേ, അപ്പൊ ഈ വരുന്ന 15-നാ കുഞ്ഞുവാവയുടെ ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വില്ലം ബ്രോ ഫ്രീ ആവുമ്പോ എന്താ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വില്ലം ബ്രോ ഇത് ഈ ഒരു ലെവല് മേക്കിംഗ് പുള്ളി ചെയ്യും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്ന വില്ലം ബ്രോയെ സമ്മതിച്ചു കൊടുക്കണം. ഞാനാണ് 5 മിനിറ്റ് മറ്റേ ഓസ്മോയും കൊണ്ട് നടന്നപ്പോ തന്നെ എനിക്ക് താല്പര്യം, എനിക്ക് പറ്റണല്ല. എനിക്കത് ആ ജോക്കി ഒന്ന് ആലോചിച്ച് നോക്കി, ഗിംബല് വിത്ത് ഈ പറയണ ക്യാമറ എന്ന് പറയുന്നത് തന്നെ എന്തൊരു വെയിറ്റ് ആണെന്നറിയോ? എത്ര നേരം അങ്ങനെ പിടിച്ചോണ്ട് നടക്കും? അത് എന്നെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് എടാ ഡ്രീമർ ചെയ്യുന്ന ഒരു വ്ളോഗ് രീതി എന്ന് പറഞ്ഞാൽ അത് എൻറ്റയർലി ഡിഫറെന്റാ. ഡ്രീമറിന്റെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഡ്രീമറിന്റെ വ്ളോഗ് ഒരു ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. ഞാൻ പറയണ അങ്ങനത്തെ ഒരു സാധനമല്ല. ഡ്രീമറിന്റെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗാ ഡ്രീമർ ചെയ്യുന്നത്. അത് അവൻ നീറ്റായിട്ടാ ചെയ്യുന്നവൻ. ഡ്രീമറിന്റെ വ്ളോഗ് കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്, പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര അടിപൊളിയാണ് അവന്റെ ഇത്. വൺസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതിലേക്ക് പോകും ഗൈസ്. നിങ്ങളാരും ഡ്രീമറിന്റെ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയിരുന്ന് കാണണം ഗൈസ്. സത്യം പറയാലോ. വേറൊരു കണ്ണാ എന്നൊക്കെ പറഞ്ഞ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അവന്റെ പാട്ടിന് പോയി, മനസ്സിലായ? അതുപോലൊന്നും അല്ല, കിട്ടിയില്ലോ. അവൻ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട്. ഞാൻ പോലും അത് ചെയ്യാറില്ല, സീരിയസ് ആയിട്ട് ഞാൻ പറയാം ഗൈസ്. ഞാൻ പോലും കൺസിസ്റ്റന്റ് ആയിട്ട് വ്ളോഗ്, ഞാൻ ഇത്രയും ഡയലോഗ് ഇപ്പൊ അടിച്ചാലും ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ചെയ്യണം എന്നില്ല എനിക്ക്. പക്ഷെ അവൻ ഭയങ്കര കൺസിസ്റ്റൻസി ആ സാധനത്തിൽ കൊടുക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ, ഇതിന്റെ ജിമ്മിന്റെ കാര്യത്തിൽ ഞാൻ അവനെ കളിയാക്കൂല. അത് രണ്ടിലും അവൻ കിടിലോ. അതെ പ്രോപ്പർ ആയിട്ട് ചെയ്യും. സോ അപ്പൊ ഇതുപോലൊരു സാധനം എനിക്ക് ചെയ്യണം. ഞാൻ അത് ഉടനെ ചെയ്യും എന്തായാലും. ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇനി അതിന് കുറച്ച് കോസ്റ്റ് ആയാലും വേണ്ടിയില്ല. പക്ഷെ എനിക്ക് ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു ഇത് പറയുകയാണെ. എനിക്ക് നമുക്ക് ഓഫ് റോഡ് വണ്ടിയും കൊണ്ടൊക്കെ പോയി എക്സ്പ്ലോർ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, കുറച്ച് ട്രക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സജഷൻ ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു സ്പോട്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് പറഞ്ഞു തരാമെങ്കിൽ എനിക്ക് ഇപ്പൊ അയക്കണമെന്നില്ല, ഞാൻ പറയാണ്. നിങ്ങൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തന്നാൽ മതി. ശബരിമല അടിച്ച് തിരിക്കും പോടാ. എടാ വയനാട് അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാൻ പറയണത് ഒരു പെർട്ടിക്കുലർ സ്പോട്ടാ. വയനാട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇഷ്ടം പോലെ സ്ഥലമില്ലേ വയനാട്, വാഗമൺ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇങ്ങനെ പോയി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ഒന്നും വേണ്ട, ഞാൻ പറയണത് നോർമൽ മനുഷ്യനും കാടും അങ്ങനെയൊക്കെ ഉള്ളതായാലും മതി. അങ്ങനത്തെ ഒരു സ്ഥലം കൂടുതലൊക്കെ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. എനിക്ക് ഇങ്ങനെ ഒരെണ്ണം ചെയ്യണം. എടാ നീയേ ഈ പുള്ളിയുടെ ദുബായ് കണ്ടിട്ടുണ്ടോ? നീ ദുബായ് നീ ഇതിന്റെ വിഷ്വൽ ഒന്ന് കണ്ടു നോക്കിയേ. അത് ദുബായ് ആണോ? അത് അത് തന്നെ. ഇത് നോക്കിയോടാ പുള്ളിയുടെ വിഷ്വലാണ് ഇത്. പുള്ളിയുടെ ഡ്രോൺ വിഷ്വലാണ്. നോക്കിയാ അത് പുള്ളിയുടെ വിഷ്വലാ. നോക്കിയോ ഇങ്ങനൊരു ഇൻട്രോയും ഇങ്ങനത്തെ സ്ഥലത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് ആക്ച്വലി ഇത് അവരുമായിട്ടുള്ള വിസ ദുബായിട്ടുള്ള കൊളാബാ. നീ അവിടെ അല്ലല്ലോ, നീ ലേബർ ക്യാമ്പിലല്ലേ. ഇതാണ് ശരിക്കും ദുബായ്. ഇവൻ മരുഭൂമിയിലിട്ടിരിക്കുന്നത്. ഇവൻ കണ്ടിട്ടുള്ള ദുബായ് എന്ന് പറഞ്ഞാൽ ചുറ്റും മണല്. പക്ഷെ ഞാൻ വേറെ കാര്യം പറയാൻ കഴിച്ചു, നമ്മൾ ഈ വെളിയിൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന എല്ലാ പ്രവാസി ചേട്ടന്മാരുടെയും മനസ്സിലുള്ള ദുബായ് അത് തന്നെയാ.
ഈ അടിച്ചു പൊളിക്കാൻ പോകുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ ദുബായ്. അല്ലാത്തവർക്കൊക്കെ മരുഭൂമിയും ഇതൊക്കെ തന്നെ ജീവിതം. ഞാൻ അവിടെ പോകുമ്പോ മനസ്സിലാവും നമുക്കത്. അത് പ്രത്യേകിച്ച് ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവിടെ പോയി കിടന്നാണ്ടല്ലോ ഉള്ള അവസ്ഥ ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. അയ്യോ ഇതുപോലെ ഇതാണ് ഞാൻ പറഞ്ഞ കേസ്, ഇതാണ് എന്റെ ഡ്രീം. ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്താൽ മതി, ഒറ്റ അത് ഉടനെ ചെയ്യും കേട്ടാ, അത് ഉടനെ ചെയ്യും. അപ്പൊ ഷൗടെക്സിന്റെ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അതിനനുസരിച്ച് സജഷൻസ് ഒക്കെ കൺസിഡർ ചെയ്ത് ഞാൻ നല്ലൊരെണ്ണം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബാക്കി വീഡിയോയിലേക്ക് പോവാം. റീസെന്റ് ആയിട്ട് വന്ന് വർക്കാണോ? ഹായ് ബ്രോ, ബ്രോയുടെ വർക്ക്സ് ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. അതിൽ തന്നെ ടീഷർട്ടിലും ബാഗിലും വെച്ച മഹാദേവൻ ഇല്ലേ, ഒരു രക്ഷയില്ല ബ്രോ. എനിക്കത് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ അതുപോലൊരു സാധനം എനിക്കൊന്ന് സെറ്റാക്കി തരാമോ? അതായത് മഹാദേവനും ഗണപതിയും തമ്മിലുള്ള ഒരു കോംബോ. പിഴച്ചു നടക്കും അവന്റെ മുടികൾ, തലയെ തകർക്കും പിഴച്ചു നടക്കും അവന്റെ മുടികൾ, മൂടിയാറുകയെ തന്നെ മുടിക്കും ആദിനാഥനോട് ചെയ്തതാ മനുഷ്യൻ. നമുക്ക് പരിത്രാണനത്തിൻ നദി എന്ത് കിടിലൂടോ അത്, ചെയ്തതാ മനുഷ്യൻ. പരദേവനമോ നമുക്ക് പരിത്രാണനത്തിൻ നദി, മരണത്തിൽ നിന്നൊഴിവു കത്തനാമഖില ശക്തനിൻ തിരുകരശം. അടിപൊളി ക്യൂട്ടിപ്പേടെ സൗണ്ടല്ലേ അതൊന്ന്. ഇനി ഇവളൊന്ന് ടീഷർട്ടിൽ കാണാൻ വരച്ച് താഴെ വെച്ചിട്ടുണ്ടോ? സത്യം ഒരു സിമിലാരിറ്റി ഒക്കെ ഉണ്ട് കേട്ടാ. അണ്ണാ വെലോ ഒക്കെ ഓർമ്മയുണ്ടോന്ന്? വാലോ ഒക്കെ ഓർമ്മയുണ്ടോ? മിസ്സിംഗ് ദാസ് ഓൾഡ് ഡെഞ്ചർ ഈഗിൾ. അണ്ണ റാങ്കൂഷ് ആക്കണം, എന്നാലേ ബട്ട് ദാറ്റ് ഓൾഡ് ടീം മിസ് ആകുന്നു. പെണ്ണുമ്പിള്ളയുടെ കാര്യം പറഞ്ഞപ്പോഴേ വാലോറിന്റെ കാര്യം ഡിപ്രഷനിലല്ലടാ, ഡിവോഴ്സിലാ പോണത് ഞാൻ, അതാ പ്രശ്നം ഗൈസ്. പിന്നെ ഞാൻ വേറൊരു അവിടെ പറയാനുണ്ടായിരുന്നു, വിഷമമുണ്ട് എന്നാലും ഇത് കാണിക്കാം. എന്റെ പഴയ ഡെത്ത് ആർഡർ V3യുടെ ചേട്ടൻ, ഇതാണ് പുതിയ V4 ഊട്ടൻ. ഇപ്പൊ ഞാൻ പുള്ളിയായിട്ടാണ് ഇപ്പം ഞങ്ങൾ ഒന്ന് അടുത്ത് വരുന്നതേ ഉള്ളൂ. 2 ദിവസം ആയതേ ഉള്ളൂ, ഞങ്ങളൊന്ന് അടുത്ത് വരുന്നതേ ഉള്ളൂ. പുള്ളി അങ്ങോട്ട് ഇതുവരെ അതാ ട്രിപ്പ് പോയത്. യോക്കി 4 വർഷം 3.5 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ ഓർമ്മിപ്പിച്ച് എന്തിനാ യോക്കി വീണ്ടും അത്? ഞാൻ അപ്പളേ പറഞ്ഞു ഇതിപ്പോ പറഞ്ഞത് കുത്തിക്കടപ്പല്ലേ. എന്തിനാ മോനെ പൊട്ടിച്ചേ? നീ എന്തിനാ പൊട്ടിച്ച്? ഏതായിരുന്നു മുഹൂർത്തം എന്ന് പറയൂ? എന്തായിരുന്നു മുഹൂർത്തം? സ്നേഹം കൂടി പോയി ജോഗി ബ്രോ. ഈകളെ മൗസിനെ ഇട്ട് സംസാരിച്ചോണ്ടിരിക്കുക, മൗസിനെ വശീകരിച്ചോണ്ടിരിക്കുക, മൗസുമായിട്ട് കളിക്കുന്നു എന്തോ. മൗസിന്റെ ഓർമ്മ വന്നപ്പോ റെസ്റ്റ് ഇൻ പീസ് മൗസിന്. ഇവൻ ആരുടെ കാര്യം പറയുന്നേ? കോളിലായിരിക്കും ജോക്കി. ഞാൻ മൗസിനോടൊന്ന് സംസാരിച്ച എടാ ഇത് അത് അടിച്ചു പൊട്ടിച്ച നിമിഷം ഒന്ന് പറയൂ, ഒന്ന് അനുസ്മരിക്കൂ ജോക്കി. ഞാൻ സത്യസന്ധമായിട്ട് പറയാം ജോക്കി, സത്യം പറഞ്ഞ സത്യം. അതായത് ലൈവ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് വൈകുന്നേരത്തേക്കിന് എല്ലാം സെറ്റാക്കി എന്റെ നാട്ടിലെ റെജിയണനെ വിളിച്ച് നെറ്റ് എല്ലാം സെറ്റാക്കി. 2 ദിവസം അവിടെ നെറ്റ് ഭയങ്കര സീനായിരുന്നു. ഞാൻ പുള്ളിയെ എല്ലാം പറഞ്ഞ് ഇതാക്കി എല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ സ്ക്രിംസിൽ കയറിയപ്പോൾ സ്ക്രിംസിൽ കളിക്കാന്ന് വിചാരിച്ച് ഞാൻ വളരെ സമാധാനമായിട്ട്, എനിക്കറിയാം അത് ഇതാണ്, പക്ഷെ എന്താ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ജോക്കി, ഞാൻ എന്റെ മെച്ചൂരാൻറ്റി തൈലം എറണാകുളത്ത് വെച്ച് മറന്നുപോയി. 2 ദിവസം ഡോസ് എടുത്തില്ല. അതെന്നെ നല്ല രീതിയിൽ അഫക്ട് ചെയ്ത്. അപ്പൊ ഞാൻ വൈകുന്നേരം സ്ക്രിംസ് കളിക്കാൻ വന്നപ്പം സ്ക്രിംസ് കളിച്ചോണ്ടിരുന്നപ്പം ഇത് PC-യില് ഗെയിം നടക്കുക. ഗെയിമിന്റെ കൂടെ തന്നെ യുവർ PC റാൺ ഇൻ ടു എ സീരിയസ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കിൾ വന്നിട്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പം എനിക്കാണെങ്കിൽ ഞാൻ ജോക്കി, എന്നിട്ട് ഞാൻ മാക്സിമം ക്ഷമയെടുത്ത് ഞാൻ അവിടെ തിരിച്ചു വന്ന് ഞാൻ കണക്ട് ഇട്ടപ്പോഴത്തേക്കിന് കോച്ചിന് 500 IQ വന്നു. അതായത് അവൻ വരാൻ ലേറ്റ് ആവും, അതുകൊണ്ട് അവനെ തല്ലിക്കൊന്നിട്ട് അവന്റെ ചിപ്പ് എടുത്തോണ്ട് പോകാമെന്ന്. ഞാൻ കണക്ട് ചെയ്തതും പുള്ളി എന്നെ തല്ലിക്കൊന്ന് ചിപ്പ് എടുത്തതും ഒരേ സമയത്തായി. ഞാൻ വന്നപ്പം
ഞാൻ വന്നപ്പോ ഈ ഡയലോഗ് കേട്ടോണ്ടാണ് ഞാൻ വരുന്നത്. അതായത് സ്റ്റീവ് പറയുന്നു അണ്ണൻ കണക്ട് ആയി, അവ ഇപ്പോഴൊന്നും വരത്തില്ലടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിയിട്ട് പുള്ളി പോക്കറ്റിൽ ഇട്ട് കൊണ്ടുപോകുന്നു. ഞാനാണെങ്കിൽ ഈ കളിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തില് ഞാനാണെങ്കിൽ ഇങ്ങനെ ഈ നമ്മുടെ ഈ കയ്യിൽ ഇങ്ങനെ മൗസ് ഇരിക്കുമായിരിക്കുമല്ലോ, ഞാനിങ്ങനെ ഇത് വെച്ച് ഇങ്ങനെ അടിച്ച് ചാടി എണ്ണീറ്റതാ. പക്ഷെ ജോക്കി അവിടെ ഈ ഫോൺ വെക്കുന്ന ഒരു ഹോൾഡർ ഉണ്ട്, ഇതാ ഗൈസ്, ഇതുപോലത്തെ സ്റ്റീലിന്റെ ഇത് മറ്റേ സക്ഷൻ ക്യാപ്പ് ഉള്ള ഇതാ. ഇവിടുത്തെ അല്ല, അവിടെ സ്റ്റീലിൽ ഒട്ടിയിരിക്കുന്ന അതിനകത്തായിരുന്നു അത് പോയി കൊണ്ടത്. ഞങ്ങള് 3 വർഷം ഞങ്ങള് ഭയങ്കര സഹിക്കാൻ പറ്റില്ല അളിയ. വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു വട്ടം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കോച്ചിന്റെ ഓരോരോ ഐഡിയ ആലോചിക്കും. 5 minutes സൈലന്റ് പ്രയർ ചെയ്യാം എല്ലാരും ഒരു 2 മിനിറ്റ് മൗനം പ്രാർത്ഥന. മൗസിന് വേണ്ടി. ഡെത്താഡർ V3 റെസ്റ്റ് ഇൻ പീസ്. ആമേൻ. എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞില്ലേ, അത് ഒരാൾ വേറൊരാൾക്ക് പകരമാവൂല, എന്നാലും പുള്ളിയുടെ പുതിയൊരു ചേട്ടനായിട്ട് വരും. പുതിയ വർഷൻ ഡെത്താഡർ V4 സെയിം മോഡൽ തന്നെ അളിയാ ഇത്? അല്ല, അത് V3, ഇത് V4. ഇത് ഇല്ല, പിടിക്കാൻ മൗസിന്റെ മോഡൽ പിടിക്കാൻ പഴയതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ മറ്റേ മൗസ് എന്ന് പറഞ്ഞുണ്ടല്ലോടാ, ഞാനിങ്ങനെ കൈ വെക്കുമ്പോ തന്നെ എന്നെ അങ്ങോട്ട് അങ്ങ് പിടിച്ചു വലിക്കും. എന്നെ പിടിക്കുക അങ്ങനെ ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു ഞങ്ങള് തമ്മില്. പക്ഷെ ഇതിനതില്ല, വഴങ്ങി വന്നിട്ടില്ല ഇതുവരെ. അതാണ് തടവി കൊടുത്തു നോക്കണം. ഞാൻ തടവിയാണ് ഇരിക്കണത്. ചാർജ് ഒക്കെ കൊടുക്കുമ്പോ കുത്തിയൊക്കെ വെക്കുമ്പോ ഇതാണ് ഞാനും എന്റെ മൗസുമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറി. എനിക്കറിയാം നിങ്ങളെ ഇത് നല്ല രീതിയിൽ ഇന്ന് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യും, നിങ്ങൾക്ക് ഇത് വിഷമം വരുമെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. മനസ്സിലായി. ലൈഫിൽ അൺസർട്ടൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും കേസ് ഇടക്കിടക്കൊക്കെ. He's back. Who are they thinking? And history has been made. Just absolute cinema. റിയൽ ഗോഡ് ബ്രോ. എന്റെ അമ്മോ, വാലറന്റില് എനിക്ക് ഇത്ര ആരാധന തോന്നിയ എനിക്ക് 2 പേരെ ഉള്ളു. ഒന്ന് സ്ക്രീമും ഒന്ന് ഇവനും. ഇവർ 2 പേരും അല്ലാതെ എനിക്ക് ഞാൻ പറയാലോ, വാലറന്റ് സ്ട്രീം ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് കാണത്തില്ല. പിന്നെ ഒരാളുടെ മാത്രമേ ഞാൻ കാണുള്ളൂ, ബെന്നറ്റാംസ് ഗെയിമിംഗ്. ഇവർ 2 പേരും കഴിഞ്ഞു കഴിഞ്ഞാൽ സിറ്റി അപ്പായോടാ പിത്തടിച്ചിട്ട് കാണാറില്ല. ഇല്ല, ഞാൻ ഇപ്പൊ ബെന്നറ്റാംസിന്റെ മാത്രമേ കാണാറുള്ളൂ നമ്മുടെ നാട്ടില്. പിന്നെ ഇടയ്ക്ക് ബ്ലൈറ്റ് ജോക്കർ കയറുമ്പോ കാണാറുണ്ട്. സിറ്റി അപ്പായോ പാർഷ്യൽ കാണിക്കണ കേറി വെക്കട്ടെ. മോണിറ്റർ എങ്ങനെയുണ്ട്? ഞാൻ പൊട്ടിച്ചില്ല ബ്രോ, ഞാൻ മോണിറ്റർ പൊട്ടിച്ചിട്ടില്ല. വീട്ടിലായിരിക്കുന്നത്, ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഞാൻ ചെന്നിട്ട് ഇപ്പോഴേ പൊട്ടിക്കത്തില്ല മോണിറ്റർ. ഞാൻ May 20th ആണ് എന്റെ വർക്ക് സ്റ്റേഷന്റെ ലോഞ്ച് PC-യുടെ. അപ്പൊ ആ ദിവസം ഞാനത് പൊട്ടിക്കുന്നുള്ളൂ. അത് കൊണ്ടുവരുമ്പോ മാത്രമേ പൊട്ടിക്കുന്നുള്ളൂ. സിറ്റി ഇല്ല. നോക്കട്ടെ, എന്തായാലും കയറി നോക്കാം. 3D പ്രിന്റർ, എന്റെ 3D പ്രിന്റർ ശരിയായി. 3D പ്രിന്ററിന്റെ വർക്ക് നാളെ തൊട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. നാളെ തൊട്ട് ഞാൻ പുതിയ സാധനം കുറെ എണ്ണം പ്രിന്റ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ തൊട്ട് ഇല്ല, ഓഫ്ലൈനാ ഗൈസ്. അഡ്മിനുള്ളി മോഡാണ്. ആള് 100% ശുഭപ്രതീക്ഷ. ഓക്കെ, the power of that name. ഏത് റീലിടുമ്പോഴും അതിലൊക്കെ വരുന്ന റിക്വസ്റ്റ് ആണ് മർഡർ ചെയ്യുക. ചെയ്തു നോക്കിയാലോ? ചത്തുപോയവന്റെ പടവാളിനെ ജനം ഇത്രമാത്രം ഭയക്കുന്നതെന്നറിയാമോ? അതിനു കാരണം ഈ പടവാൾ അധീരയുടെ പടവാൾ.
ഇത് KGF ഡയലോഗ് അല്ലേ ഇത്? ഏത് റീൽ പിന്നെ സ്ക്രീനിൽ വിചാരിച്ച് അവന്റെ അടിയാധാരം ഞാൻ ചവിട്ടി കലക്ക്. നീ എന്നെ ഉണ്ടാക്കുമല്ലോ, നീ എന്നെ അങ്ങ്. ഇവിടുന്ന് ബാൻ മേടിച്ച് ആ സെർവറിൽ പോയി അവിടുത്തെ PD എടുത്തിട്ട് തല്ലി. അവിടെ ഞാൻ നോക്കിയപ്പോ അവന്മാർ ഓസിയിലിരുന്ന് ഇവനെ തള്ളക്കി വിളിക്കണം. ആ ചന്ദ്രബോസ് പുണ്ടച്ചിയും കൊണ്ട് ഒരു തരത്തിലും സമാധാനമില്ല. സ്ത്രീയോടിലെന്തോ പോയിട്ട് ഇവനൊക്കെ പെർമനന്റ് ബാൻ എങ്ങനെയും കൊടുത്തിരുന്ന മനുഷ്യന് സമാധാനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു. ഇവനെ അടുത്ത ദിവസം PDRP വരട്ടെ, നിന്നെ ഞാൻ അലക്ക. ഞാൻ അണ്ണാ ഞാൻ വീണ്ടും വന്നു. ഇതൊക്കെ കേൾക്കണേ. എന്റെ അനിയൻ ആദ്യം ബോബാന്നാ വിചാരിച്ചത്. ബോബിന്റെ ഇടമോനെ കണ്ടത് കേട്ടതും ഒത്തിരി പഴകിയതാ. പുറകെ തള്ളാനാളിൽ എന്റെ കഥയിൽ ഒട്ടിക്ക് തള്ളിയതാ. പത്തര മാറ്റിന്റെ ട്രാക്ക് തന്നിൽ എന്റെ കയ്യിൽ തട്ടി ഞാൻ കൂട്ടിയതാ. കുപ്പയിൽ തിരിഞ്ഞപ്പോ കെട്ടിയ മാണിക്കമല്ല ഞാൻ പ്ലാസ്റ്റിക് കുപ്പിയടാ. വാക്കല ചോക്ക് പാപ്പന്റെ പ്ലാക്ക് ഓണന്റെ കാതിലെ നോക്കിയ വാക്കല ഹോളിന്റെ സ്മോക്ക് ബാക്കിന്റെ ടേപ്പ് വീടിന്റെ റോളിന്റെ വീടിനെ നോക്ക്. ചെക്കിന്റെ റാപ്പിന് ചെക്കിന് ക്യാഷ് ചെക്കിന് കല്ലിന്റെ കൂട്ടിന്റെ പിക്ക് ചില്ലറ പാട്ടിന് നൂറിന് നേര് ചക്കര പോലൊരു പാട്ടിന്റെ ചേര്. മെല്ലടിയൊക്കെ കൊള്ളാടാ. റാപ്പൊക്കെ മാറ്റി കൂടേടാ. റാപ്പിന്റെ ഫ്ലോയിൽ പോരണ്ടലിയാ മതിയടാ. ഒന്ന് കേട്ടൂടേടാ. പാട്ടൊക്കെ ഉണ്ടാക്കി പോട്ടേടാ. സമാധാനം തന്നൂടേടാ. പാട്ടിൽ നീയും കൂടെ പാടണം. മതി മതി നിനക്കെന്റെ വരികളിടാ. നിന്നെ തലക്കിൽ തുളയ്ക്കുന്ന ചെറികളടാ. പണി പഠിച്ചിട്ട് പണിഞ്ഞത് വാക്ക് നീ ഇനി കേട്ട് നോക്ക് കണ്ടു നോക്ക്. പാട്ടിന് വെച്ചിട്ടുണ്ട വിറ്റ പൂക്ക് കൊണ്ട് കൊള്ളടാ. നൈസ് നൈസ്, നല്ല ട്രാക്കാ. കൊള്ളാം കൊള്ളാം, അടിപൊളി അടിപൊളി അടിപൊളി. ഇതെന്താ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാ? കണ്ടാ ഗൈസ്, നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതാ ഇങ്ങനെ അനങ്ങാതിരിക്കുമല്ലോ ഉള്ളവരടുത്ത്. നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അനങ്ങുന്നത്? നോക്കിയോ, ഇതാണത്. എല്ലാണോ വ്യാഴ്ച അവന്മാർക്കൊക്കെ ഇപ്പൊ പോയിന്റ് അങ്ങ് കൊടുക്കുമെന്ന്. ഇവരെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ ലൈവ് ഒക്കെ കാണണമായിരുന്നു. ഇവന്റെ ഇന്നത്തെ ലൈവ് കാണണമായിരുന്നു. എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നത്തെ ലൈവ് കാണണമായിരുന്നു. ഇവ കൊറേ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയത്. വി ഇൻട്രൊഡ്യൂസിങ് വാറ്റ് ഗോഗു ടു അവർ സർക്കിളോ? ജോണി പാപ്പൻ പ്രീമിയം പ്രീമിയം ജോണി പാപ്പൻ അറിയാത്ത ആരാ ഞാനും അപ്പാപ്പനും മാത്രമേ സംസാരിക്കത്തുള്ളൂ. പക്ഷെ നീ പൊട്ടി നീ മിണ്ടല്ലേ കേട്ടോ. രണ്ടു ദിവസം കണ്ടില്ലല്ലോ, കച്ചവടം ഇല്ലാത്തോട് നാട് വിട്ടതാണോ? കാര്യം പറയാനാ വിളിച്ചത്. സീരിയസ് ആയിട്ടുള്ള കാര്യം പറയൂ. അത് അപ്പാപ്പ ആൻസർ കിളവാന്നൊക്കെ വിളിക്കും. കിളവാന്ന് വിളിക്കാൻ വേണ്ടി നിന്റെ അപ്പൂപ്പന്റെ വീടല്ലേ ഇത്? ഞാനങ്ങോട്ട് പറയട്ടെ, നമ്മുടെ കൂട്ടത്തിൽ പുതിയൊരാളിരിപ്പുണ്ട് നമ്മുടെ വണ്ടിക്കകത്ത്. പേര് മൂലഗുപ്തൻ. മൂലഗുപ്തൻ. ഇത് ഗോഗു മൂലഗുപ്തനാ? ശരിയാണോ? അതെ, ഞാൻ പയ്യ. അതെന്തായിരുന്നു എനിക്ക് അങ്ങനെ തൊലി ഉരിഞ്ഞെന്റെ ഷീല എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതൊന്നും ചെയ്യാത്ത ശൈല ഒന്നും ചെയ്യുന്നതിന് പാടത്തെ കോലയായിട്ടൊക്കെ തിന്നൂടെ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. ഒരു കാര്യം ചോദിക്കാൻ ഇതെന്തോ വിവരാവകാശ കമ്മീഷനോ? എന്തുവാടാ ഇത്?
പണ്ട് പറഞ്ഞതല്ലേ കാല് മാറാൻ ഞാൻ ഫ്ലോട്ടിൽ നിൽക്കുന്ന കുതിരയോ? അത് ചളി അടിക്കുന്നയാളാ. ഇത് നിങ്ങള് പൂണ്ടിരാജേ പൂണ്ടിരാജല്ലേ നോക്കടാ ഗോകുന്റെ ഇപ്പൊ പൂണ്ടിന്നാ ഇപ്പൊ പൂണ്ടിന്നാ വിളിക്കുന്ന ആൾക്കാരെ കാട്ടുള്ളി വളപ്പിക്കാൻ തരുമോ? സുഖമായിട്ടിരിക്കുന്നു. ഇത് ആലീസ് ആണോ? എന്റെ നമ്പർ എവിടെ കിട്ടി? അല്ല ജോക്കി, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതില് ജോക്കിക്കും ഈ പുള്ളിക്കും വരുന്ന കോളെന്ന് പറഞ്ഞ പെണ്ണുങ്ങള് മാത്രമാ. അല്ലല്ല ഞാൻ ഈ ഒരു പുള്ളിക്കാരനെയും അല്ല ഈ ഒരു ഇതുണ്ടല്ലോ സെയില എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമ്മൾ വിളിച്ച് നമ്മുടെ ഒരു കണ്ടന്റ് വിളിച്ച് ഡെയിലി ഇങ്ങനെ ഞാൻ എന്റെ ലൈവ് കണ്ടോണ്ടിരിക്കാറ് ഈ ഫേസ് ക്യാമിൽ കിടന്ന കഥകളെ കാണിക്കാറ്. അല്ല ജോക്കി, ഞാനും പറയാം ദർശനൊക്കെ കണ്ടന്റ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും കണ്ടന്റ് ആണ്. അങ്ങനല്ല, ഇത് ഇയാളാണ് വിളിക്കുന്നത്. ഇയാള് അങ്ങനെയാണെ ഓക്കെ. ആലീസ് സൗണ്ട് കേട്ട എനിക്ക് തിരിച്ചറിയത്തില്ലേ ആലീസ്, ഞാൻ മറക്കുമോ? ശരി, തിരക്കൊഴി വിളിക്കാം കേട്ടോ. പക്ഷെ ജോണി മാമ ഞാൻ ആലിസ് അല്ല ഡെയ്സിയാ. സേവ് ആകാശ് തന്നതാ നമ്പര്. ഞാൻ പോയി തരാം. അപ്പൊ ഉടനെ ജോണി മാമനും ജോക്കിയെ പെണ്ണ് കേസിൽ കൊണ്ടുപോകും സിറ്റിയിലല്ലേ? കോടതി പറഞ്ഞാൽ ഇയാളാണെന്ന് കേൾക്കും അവര്, വിശ്വസിച്ചോളൂ. ചളിപ്പ് മാറ്റാൻ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 100 റൗണ്ട് ഓടി. ഇങ്ങനെയാണ് ഞാൻ വണ്ടി കയറി. നിന്റെ അച്ഛനാരാ? ബാക്കി അച്ഛന്റെ പേര് പറയണം. എന്റെ അച്ഛൻ അത് ഉണ്ടെങ്കിൽ ഒന്നും അറിയത്തില്ല. ആർപ്പി നിർത്തി. എന്റെ അച്ഛൻ ദൈവം. കൊറേ നാളായാലും ജോക്കി കളിക്കാതെ കളിക്കുമ്പോ അതൊരു കിട്ടും. കൊറേ ട്രൈ ശ്രമിപ്പിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഹലോ ചിത്രഗുപ്ത ജോക്കി അമ്മാവൻ തമാശകൾ. ഇത് അവൻ ഇറക്കുന്ന അതെ. ഹലോ ചിത്രഗുപ്ത സെയില് തുടങ്ങിയിട്ടില്ല. ഞങ്ങള് വിഷുവായിട്ട് കണി കാണിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. കണി കാണിക്കാൻ പോയിക്കൊണ്ടിരിക്കുവല്ലേ? ഓഫർ ഉണ്ടെങ്കിൽ പറയണേ സെയില. അതൊക്കെ മറന്ന്. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇടയ്ക്ക് ഒരു കൂടെ പറയാറില്ലേ, അവിടെ സെയിൽ കുറവാണ് ഇവിടെ സെയിൽ കൂടുതലാണ്. ഒന്നുകൂടെ പറയട്ടെ, ഒന്നുകൂടെ പറയാം. വിഷയമുള്ള കാര്യമൊന്നുമല്ല. അല്ലേ വേണ്ട ജോക്കി, കൊച്ചു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചോ. അതായിട്ട് കേട്ടെ. കണി കാണണോ വിഷുവിന്? ഞാൻ ഓൾറെഡി കണ്ടായിരുന്നു കേട്ടോ, നമ്മള് കണിയെ കണ്ടായിരുന്നു. സീല കണ്ട ജോക്കിക്ക് ഇപ്പൊ കേൾക്കുമ്പോ ജോക്കിക്കാണ് തൂറി അറിയാന്ന് പറഞ്ഞേ. ഓ ഉണ്ട്. പക്ഷെ ഇത് ചളിയായിട്ടാടാ, നമ്മള് തമാശക്ക് പറയുന്നില്ല, ചളിയായിട്ട് പറയുന്നേ. ഇത് ഞങ്ങളിതാ കാണിക്കാൻ പൊക്കോണ്ടിരിക്കുക. നല്ല കണിയാ. കണി കണ്ടോ? ഞാൻ വർണ്ണഗുപ്തൻ ഒന്ന് കൊടുക്കാം. വർണ്ണഗുപ്തൻ ഒരു കാര്യം പറയണമെന്ന്. സെയില് ഇന്നെന്താ സെയിലുണ്ടോ അവിടെ? ഇന്ന് സെയിലില്ല. എന്നാ നമുക്ക് നല്ല സെയിലുണ്ടേ. ചളി പറയുന്നേ. ഹലോ, കേക്കുന്നില്ലേ? കണി കാണിക്കാൻ പോവാന്ന്. കണി കാണിക്കാൻ നിങ്ങളാര് കണിയാരോ? നമ്മൾ ഭയങ്കര പെണ്ണിയായി. ഭയങ്കര പെണ്ണിയാ. കൃഷ്ണനുണ്ടോ? കൃഷ്ണന്റെ തലേ മയിൽപ്പീലി ഉണ്ടോ? മയിൽപ്പീലി ഇല്ല. കിട്ടിയില്ല. നമ്മുടെ അടുത്ത് മയിൽക്കുറ്റിയുണ്ട്. ഇനി ഒരു ഉണർന്ന് അയ്യെന്ന് പറഞ്ഞ തോട്ടിക്കളയും. ആർപി തൊട്ട് ലൈവ് ഇടത്തില്ല, ഒരു കൊണയും പറയാൻ അറിയത്തില്ല, തോക്കെടുത്ത് 3 വെടി വെക്കാൻ അറിയാതെ ഗുണത്തല അടിച്ചാണല്ലോ. മയിൽക്കുറ്റി ഉണ്ടോ അവിടെ? മയിൽക്കുറ്റി ഇവിടെ ബീഡിക്കുറ്റിയുണ്ട്. സൈല ജോണിയായിരുന്നേ. നേരത്തെ വിളിച്ചപ്പം സൈല പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ കോമഡി അളിഞ്ഞതാന്ന്? കേക്കുന്നുണ്ടോ? അളിയാൻ സൈല വെച്ച സാമ്പാറല്ലല്ലോ ഇത്.
നൈസ് വീഡിയോ നൈസ് വീഡിയോ നൈസ് നൈസ് ആ, നൈസ്. ഇനി മറ്റേ അതിന്റെ കൂടെ 2 വീഡിയോ പോയേട്ടാ വേറെ. അതെ നമ്മുടെ അല്ല. നമ്മളെന്തോ മറ്റേ TV വേഴ്സസ് ബ്രോ ആക്സിഡന്റലി പ്ലേഡ് റോങ് ഇൻസ്ട്രുമെന്റ്. കറക്റ്റ് കിട്ടിയത്. അത് എവിടെ അടിച്ചവൻ? ഈ പ്രായത്തിലൊക്കെ ഇത്രയും കൊണ്ടാ അവര് കയ്യിരുന്ന് ഇറക്കി നോക്കി അത് തൊട്ടുമ്പോ വേദനിച്ച് അവൻ അടിക്കുന്നുണ്ടോ? പിന്നെ വേദനിക്കായിരിക്കോ? നീ ഒരെണ്ണം എടുത്ത് അടിച്ചു നോക്കിയേ. അയ്യോ. Whatever life holds in store for me, I will never forget these words. With great power comes great responsibility. This is my gift, my curse. Who am I? I'm Spider-Man. അയ്യോ, നോക്കി ബ്രോ എന്ത് കിടിലോ എന്റെ അമ്മു. ഫോട്ടോയാ അത്. തന്നെ ഫോട്ടോയെ പോലെ ഇരിക്കുന്നു മയില്. കണ്ണു ഇതൊക്കെ നോക്ക് എന്റെ അമ്മേ. ബ്രോ അടിപൊളി കിടിലം കിടിലം. പറയാതിരിക്കാൻ വയ്യാട്ടാ കിടിലം. ഞാനല്ലോ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ അതിനൊന്നും. നിനക്ക് എന്താണ് പ്രശ്നം? ചുട്ടോ ചുട്ടോ ഇങ്ങനെ കവളിങ്ങനെ കൂട്ടായിട്ട് നിന്ന് സാറേ ഇത് സ്നൈപ്പാണോ? എന്റെ ഫ്രണ്ട് നിക്ക് കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിക്ക്. അന്നെ നോക്ക് കുറച്ചുകൂടി ബാക്കിലേക്ക്. ആ നോക്ക്. കുറച്ചു കാലം മുന്നേ എനിക്ക് ഇനി ഒരു എന്താ പറയുക, വേറെ പോസിറ്റീവ് ഫ്ലൈങ് കിസ് പോസിഡ്. എന്തുവാണ് ഇത്? കഞ്ചാവോ? മറ്റേ കിസിന്റെ ഫ്ലൈങ് കിസ്. ഇല്ല പറ്റത്തില്ല. എനിക്കത് വേണോ? എനിക്ക് വേണോ? എനിക്ക് വേണോ? നിർത്തടി. ഇതും കൊണ്ട് ഡിലീറ്റ് ആക്കണേ. ഇട് ഫ്ലൈങ് കിസ് ഇപ്പൊ ഇടല്ലേ നമ്മുടെ അന്തസ് കളയല്ലേ. കിട്ടോ? കുടുംബത്തിൽ അതൊന്ന് ഡിലീറ്റ് അല്ല ഇതൊന്ന് ഡിലീറ്റ് ആക്കണേ, അല്ലെങ്കിൽ നാളെ ഞാൻ ഡിലീറ്റ് ആക്കണേ. പോലെ നാണം വന്ന് ഓടിയുണ്ടോ നാണേഷ്? വിളിച്ചിടണവനെ. ഇവിടെ എന്തോ ലീല കളിക്കാൻ പാടില്ല. എനിക്ക് ഉമ്മതാ. നീ ആദ്യം കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ. എന്തൊക്കെയാണോ എന്തൊക്കെ കാര്യമാണോ എന്തോ എന്തൊക്കെ നടക്കണം ഇവിടെ. ഹലോ നോക്കാൻ തുടങ്ങിയില്ലേ? അതിനുശേഷം അവൻ 5 പെണ്ണുങ്ങളെ സെറ്റാക്കി. ദർശനെ നോക്കാൻ തുടങ്ങിയതിനു ശേഷം അവൻ 5 പെണ്ണുങ്ങളെ സെറ്റ്. ആര് ദർശനം എന്നെ നോക്കാൻ തുടങ്ങിയത്? അങ്ങനെ അതെ തിരിഞ്ഞു പോയതാ. തിരിച്ചു പോയതാ. അവരൊരു 5 പെണ്ണുങ്ങളെ സെറ്റാക്കി. ഇത് പഞ്ചാബത്തെ. പബ്ജി ആണെന്നോ? എന്താ പബ്ജി ആണെന്നോ? പബ്ജി കളിക്കാൻ അല്ല പബ്ജി ആണോ? അതിനകത്ത് അവൻ പറയുന്നത് പബ്ജി കളിയുടെ കാര്യമാണ്. ഓ പബ്ജിയുടെ കാര്യമല്ലേ? പറഞ്ഞു നന്നായി. നന്നായിട്ടാ. ഇവിടെ വേറെന്തൊക്കെയാ നടക്കുന്നത്? ഞാൻ പോന്നു. നമ്മളില്ലേ അയ്യോ പുള്ളിയാ ഹെൽപ്പ് ഡീൽ ചെയ്ത്. ഓഫ്ലൈൻ ഞാൻ പോന്നു. ഷോർട്ട് ഓൺ വിവോ X200. ഈ വിവോയുടെ എല്ലാ ഫോണും ഭയങ്കര കിടിലോ ഗൈസ്.
നിങ്ങൾ ക്യാമറ നോക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ പറയാം, വീഡിയോ ഫോട്ടോയ്ക്കാണ് കുറച്ചും കൂടി എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത്. വിവോ X300 Pro ആണെങ്കിലും ബാക്കി എല്ലാ മോഡൽസും ക്യാമറയ്ക്ക് ഭയങ്കര കിടിലമാണ്. ഇനി അടുത്ത വട്ടം ഐഫോണൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ദാ ഈ ക്യാമറ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ തീട്ടം ആരും മേടിക്കത്തില്ല. കാരണം ഞാനിപ്പോ അപ്ഡേറ്റ് ചെയ്ത് ഏകദേശം ഇപ്പൊ എന്റെ സ്റ്റോറേജ് സ്പേസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ 512 എന്തോ ആയെന്ന് തോന്നിയത്, ഇത്രയും 512 GB ആണ് എടുത്തേക്കുന്നത്. ഇനി അടുത്ത സ്റ്റോറേജിലോട്ടൂടെ പോകുമ്പോ എന്നിട്ട് ഇവന്മാർ ഈ ക്യാമറ എടുത്ത് ഇവിടെ വെക്കുന്നതിന് ഞാൻ അടുത്തോട്ട് ഇനി 2.5 ലക്ഷം രൂപ വീണ്ടും കൊടുക്കാം. ഇതുപോലത്തെ എന്തെങ്കിലും ക്യാമറ ഇന്നോവേഷൻസ് ഇവര് കൊണ്ടുവരാതെ ഇനി പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. സത്യം പറയാ വെച്ചാ ഇപ്പൊ ഞാന് വെളിയിലൊക്കെ പോണ സമയത്ത് ഫുൾ വീഡിയോസ് എടുക്കുന്നത് ഞാൻ ഇതിനകത്ത്, ഐഫോണിനകത്തല്ല വീഡിയോസ്, ഫോട്ടോ എടുക്കുന്നത് ഞാൻ വിവോയ്ക്കകത്ത. പ്രൊമോഷൻ വിവോ നാളെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് നാളെ കിടിലല്ലേ, അടിപൊളി. കണ്ണൂർ കളിച്ചേടാ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു വട്ടം പോണോടെ കാണാൻ, എനിക്ക് കാണാൻ ഇത് പോണം. ഇതുപോലത്തെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആദ്യമേ കാണിച്ചതുപോലത്തെ ഒരു കിഡിലൻ വ്ളോഗ് കണ്ടന്റ് ആക്കണം എന്നുള്ള ഒരു സിനിമാറ്റിക് സാധനം ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ വിവോ എടുക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആപ്പിൾ കുറച്ചും കൂടി ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം അടുത്തതിൽ കൊണ്ടുവരണം. ഞാൻ എന്തൊക്കെയാണേലും ഇനി അവരെന്ത് അപ്പി ഇറക്കിയാലും ഞാൻ മേടിക്കും. അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ് ഞാൻ. ഈ ഇന്റർഫേസിൽ പെട്ടുപോയി ഞാൻ. അതുകൊണ്ടാണ് അവരെ മാറ്റാത്തത്. അതാണ് ഞാൻ ഇതിൽ പെട്ടുപോയി കളിയാ. കാരണം നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ വാച്ച്, ഇത് ഇയർബഡ്സ്, ആ എക്കോസിസ്റ്റത്തിൽ ആയിപ്പോയി ഞാൻ. മാക്ബുക്ക്, ഐപാഡ്, ആ എക്കോസിസ്റ്റത്തിൽ ആയിപ്പോയി. അതുകൊണ്ട് ഇനി ഞങ്ങളെ പോലത്തെ കുറെ ബ്ലൈൻഡ് ആയിട്ട് ഇതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുള്ളതുകൊണ്ട് എന്ത് കൊണ്ടുവന്നാലും മേടിച്ചോളൂ എന്നുള്ളൊരു സാധനമുണ്ട്. ആ സാധനത്തിലായിപ്പോയി ഞാൻ. പക്ഷെ കുറെ കാര്യത്തിൽ ഭയങ്കര കൺവീനിയന്റ്. പക്ഷെ ക്യാമറ വൈസ് ഒക്കെ വിവോയും ഇപ്പം മറ്റേ ഇവരുണ്ടല്ലോ, ഏതിന്റെ ആ ഫോണിന്റെ പേരെന്താ, ഷവോമിയുടെ അല്ലല്ലോ, ഏതോ ഒരു ഫോൺ, മറ്റേ ഈ ലെൻസ് ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ പുതിയതായിട്ട് വന്നാൽ, അത് ഏതിന്റെ ആയിരുന്നു? അങ്ങനെ കുറെ നല്ല ഫോൺസ് ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ ഇത് മനസ്സിലായ ആ സാധനത്തിലോട്ട് ഇനി അടുത്തതില് അവരുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലത്തെ ഒരു ക്യാമറയും സാധനങ്ങളും ഒക്കെ കൊണ്ടുവരണം ആപ്പിള്. എന്നാലേ ഇനിയൊരു എക്സിസ്റ്റൻസ് ഉള്ളൂ. കൊണ്ടുവന്നാ ഇനി പ്രൈസ് കൂടുമല്ലോ ഈകളെ. ഇല്ലടാ, ഇവർക്ക് എത്ര വരെ കൂട്ടാൻ പറ്റുവാടാ? എല്ലാരും മേടിക്കണ്ടേടാ, എല്ലാരും ഇത് മേടിക്കണ്ടേ. ഇപ്പൊ തന്നെ ഐഫോണിന്റെ ആവറേജ്, ഒരു പ്രോമാക്സിന്റെ ആവറേജ് ഇത് 1.5 ലക്ഷത്തിന് മുകളിലാ. ഇനി എങ്ങോട്ട് പോകും ഇത്? ആൾക്കാർക്ക് ഫോണിന് വേണ്ടി ലിമിറ്റും ഇല്ലേ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിന്. ഓപ്പോയുടെ ഒരു ഫോൺ ഉണ്ടല്ലോ, ഓപ്പോ ഫൈൻ 9 അൾട്ര, അതെന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടില്ല, എനിക്ക് കറക്റ്റ് മോഡൽ എന്ന് പറഞ്ഞില്ല. സിറ്റി അപ്പൊ ആയില്ല. പിന്നെ ആരാടാ ഇത് പറയുന്നത്? അത് അഡ്മിൻസ് ആയിരിക്കും. എനിക്ക് ഞാൻ ഇവിടെ പോയി അതിന്റെ IP ഒന്ന് ഇത് ചെയ്തോട്ടെ. എക്സലന്റ് സപ്പോർട്ട് ആയിപ്പോയി. നമുക്ക് നല്ല മനപ്പൊരുത്തമാണ്. ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ. കോമളവേളില്ല. ഇതെന്താ ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് കാണിച്ച് കേറാൻ പറ്റൂലടാ നിനക്കുന്നത്? ഭയങ്കര ഇൻസ്റ്റന്റ് ആയിട്ട് കാണിച്ചടാ. TV വേഴ്സസ് MRC റിയാക്ഷനോ? എടാ, ഒരു വാറ് കഴിഞ്ഞ് ഇനി വീണ്ടും ഇനി എത്രണ്ണം കാണണം ഞാൻ? ഇനി അടുത്ത സിറ്റുവേഷൻ ആകുമ്പോ കാണാം. ഞാനത് വിട്ടു ഗൈസ്, ഞാനത് വിട്ടു. ഇനി എനിക്കിനി വയ്യ. ഡെയിലി ഇരുന്ന് അത് തന്നെ പറഞ്ഞു ജീവിതം വെറുത്ത്. ഇവിടെ കാണാൻ വരുന്ന ഒരു വെറുത്ത് തുടങ്ങി. ആടിയായിട്ട് ലൂപ്പായി ഇതിൽ പോവും. ഇത് ഇവിടുന്ന് ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് അടുത്തിടും. അടുത്ത ആൾമാർക്ക് അടുത്ത പ്രശ്നവും. ഗൈസ്, ഇനി അടുത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് വരാതിരിക്കാം. ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത സിറ്റുവേഷനിൽ നമുക്ക് ഇല്ല ഗൈസ്, അപ്പായിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഷെയ്ക്ക് വന്ന് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എങ്ങനെയോ അൺഫോളോ ആയി പോയതാ, അറിയത്തില്ല എന്ത് പറ്റിയതാണെന്ന്. റിയൽ ലൈഫിൽ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല.
സിറ്റിയിലെ കാര്യം സിറ്റിയിൽ തന്നെ തീർക്കാം. ഇതിന്റെ അപ്പുറത്തോട്ട് ഇത് സംസാരിച്ച് ശരിയാവൂല എന്ന് ഓൾറെഡി എൻ്റെ അടുത്ത് നിന്ന് ലൈവ് തുടങ്ങുന്നതിനൊരു കുറച്ച് മുമ്പ് എനിക്ക് വന്ന് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ ഞാനും അങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു ഇതാക്കിയിട്ടുണ്ട്. വെളിയിൽ സംസാരിക്കുന്ന എന്നുള്ളൊരു ഇതിൽ ഞാനും അങ്ങനെ തന്നെ നിൽക്കുന്നു. സിറ്റിക്കകത്തിന് സിറ്റുവേഷൻ വരുമ്പോൾ സിറ്റിക്കകത്ത് സംസാരിക്കുക, അതാണ് നല്ലത്. മൈൻഡ് ഫക്ക് ആയിടാ, സത്യം പറയാലോ ഗൈസ്. ഞാൻ ലിറ്ററലി മൈൻഡ് ഫക്ക് ആയിപ്പോയി. ടിവിയുടെ ഇൻസിഡന്റിന് ശേഷം അല്ല KVയുടെ ആയിട്ടുള്ള ഇതിന് ശേഷം ഇങ്ങനെ ആവുന്നത് ഇപ്പഴാ, ഈ റീസെന്റ്ലി. ഓ, നമ്മൾ കണ്ട വീഡിയോ. അതാണ് അച്ഛൻ, അതാവണം അച്ഛൻ. കുട്ടികൾക്ക് നേരെ എന്താക്രമിച്ചു വന്നിരുന്നാലും ശരി തന്നെയാണ് തന്റെ ജീവൻ പോലും പണയം വെച്ച് ആ കുഞ്ഞു മക്കളെ നോക്കുന്ന അച്ഛൻ. പക്ഷെ എന്താണ് അദ്ദേഹത്തിന് നേരെ പാഞ്ഞു വന്നത്? പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി ആ അച്ഛനും മക്കൾക്ക് നേരെ പാഞ്ഞു വന്ന ആ അയ്യോ, സ്ക്രീൻ ഇവർക്ക് കാണില്ലായിരുന്നല്ലേ. എടാ ഗെയിം ക്യാപ്ചർ ആയി പോയടാ. നിങ്ങളൊരു നല്ല സാധനം മിസ് ചെയ്തിട്ടോ. അതാണ് അച്ഛൻ, അതാവണം അച്ഛൻ. കുട്ടികൾക്ക് നേരെ എന്താക്രമിച്ചു വന്നിരുന്നാലും ശരി തന്നെയാണ് തന്റെ ജീവൻ പോലും പണയം വെച്ച് ആ കുഞ്ഞു മക്കളെ നോക്കുന്ന അച്ഛൻ. പക്ഷെ എന്താണ് അദ്ദേഹത്തിന് നേരെ പാഞ്ഞു വന്നത്? പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി ആ അച്ഛനും മക്കൾക്ക് നേരെ പാഞ്ഞു വന്ന ആ ആക്രമണകാരിയായ ജീവി വേറെ ആരുമില്ല. ആ ബ്ലാക്ക് സ്ക്രീൻ കണ്ട പോലെ പുലിയ വല്ലതൊക്കെ ഞാനും അത് വിചാരിച്ചു എന്തോ കഴിക്കാൻ. നമ്മളെ വീടുകളിൽ ഒട്ടുമിക്ക വീടുകളിൽ കാണുന്ന ഒരു സ്ഥിരം കാഴ്ച. പണ്ടൊരു ചൊല്ലുണ്ട്, അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യമാട്ടെ എന്ന്. അതുപോലെ നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ നല്ല അടികൾ വാങ്ങിച്ചു വളർന്ന മക്കൾ വളർന്ന് വലുതാവുമ്പോൾ അത്തരം വലിയ പ്രശ്നങ്ങളിലൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഞാൻ പേര് പറയട്ടെ, എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. അതിന്റെ എന്നെ തല്ലിയിട്ടില്ല, എന്നെ തല്ലിയിട്ടില്ല. അതിന്റെ കുറവുള്ള ആൾക്കാർ പറയാറുണ്ട്, എന്തായാലും എന്നെ തല്ലിയിട്ടില്ല. പപ്പ ഒന്നും എന്നെ ഇതുവരെ എന്നെ ഒന്നും പറഞ്ഞു ഇതാക്കിയിട്ടില്ല. എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ പോലും ആള് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പുള്ളി ഡൗൺ ആയി പോകും. പുള്ളി നേരെ വന്നിട്ട് എന്റെ അടുത്ത് സോറിയൊക്കെ പറയും. എന്നെ ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ മമ്മിയുടെ കയ്യിൽ വളരെ കൊച്ചിലേക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നെ അങ്ങനെ അല്ലാതെ എന്നെ ഇതുവരെ വീട്ടിൽ നിന്ന് എന്നെ തല്ലിയിട്ടില്ല. എന്റെ അച്ഛനും അമ്മയും എന്നെ ഇതുവരെ എന്നുവെച്ചാൽ എന്റെ ഒരു അറിവിലൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ എന്തിനു തല്ലണം? അങ്ങേര് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ തന്നെ ഒന്നും മിണ്ടൂല, നേരെ മേളിൽ കയറി പോകുമായിരുന്നു ഞാൻ. പിന്നെ എന്തിനു തല്ലണം? തല്ലുന്നത് പിന്നെയും കുഴപ്പമില്ല. എനിക്ക് വഴക്ക് പറയണതാണ് വിഷമം. സത്യം പറയാലോ, എനിക്കതാ വിഷമം. 2 തല്ലി അത് അന്നേരം അങ്ങ് തീരും, ഞാൻ പൊട്ടത്ത് വിചാരിക്കും. പക്ഷെ ഈ വഴക്ക് പറയണതില്ല, അതെനിക്ക് പറ്റൂല. എനിക്ക് വിഷമമായി പോകണം, എനിക്ക് ഭയങ്കര വിഷമമായി പോകും. എനിക്കത് ഇങ്ങനെ ആലോചിച്ചിരിക്കും ഞാനത്. എന്തിനു സിംഗാ ആരും ചെയ്യണേ. അഭിനന്ദിച്ച് ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാം ഫുള്ള് സിറ്റി അപ്പൊ പറഞ്ഞ ഇനി അടിച്ച് നിന്നെ തിരിക്കൂടെ കുറെ നേരമായിട്ട് ഞാൻ മറ്റേ അല്ലൽമോൻ എന്ന് പറഞ്ഞ മറ്റേ കണ്ടന്റ് ചെയ്തിട്ടാണ് കരണ്ട് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബില്. അത് ഫ്രീ ആണെങ്കിൽ ഒന്ന് കാണണേ. എന്ത് സിറ്റുവേഷനാ? മറ്റേ MRC vs TV മറ്റേ അപ്പാപ്പന്റെ സിറ്റുവേഷൻ. എടാ വിടറാ, മതിയടാ. ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്, അവൻ നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് എനിക്ക് അറിയാൻ കഴിച്ചു. ഞാൻ ഇപ്പൊ ഇന്നൂടെ പറഞ്ഞ് ഇതാക്കിയതേ ഉള്ളൂ. വീണ്ടും നമ്മുടെ സൈഡിൽ നിന്ന് അത് ഇതാകുന്നത് പോലെ ആയിപ്പോ. ഞാൻ ഇന്നിരുന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് റിയാക്ട് ചെയ്യുന്ന കാണുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമം ഇതും വരും. വീണ്ടും അത് പിന്നെ ലൂപ്പ് ആവോടാ. എനിക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ആവണം പ്ലീസ്. വിടാൻ നിങ്ങൾ അവന്റെ ഞാൻ അത് കണ്ടോളാം. ഞാൻ പോയി കണ്ടിട്ട് ഞാൻ റിവ്യൂ ഇട്ടോളാം. വെറുതെ ഞാനിത് വീണ്ടും ഇന്ന് സംസാരിച്ചിട്ട് വീണ്ടും അത് ലൂപ്പാക്കി എനിക്ക് വയ്യ കേസ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയ്യ. എനിക്ക് ഈ മെന്റൽ സമാധാനം കളഞ്ഞിട്ട് ഉള്ള ഇത് എനിക്കൊരു താല്പര്യമില്ല. വയ്യ, വേണ്ട, ഇല്ല.
അത് വിടട്ടെ. നമുക്കിനി അടുത്ത എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോ ഞാൻ അത് പറയാന്ന് പറഞ്ഞാൽ ഞാൻ ഇനി കോംപ്രമൈസ് ചെയ്യുമെന്നല്ല. അടുത്ത സിറ്റുവേഷൻ വരുമ്പോ സിറ്റിയിൽ തീർക്കാം. അത് മതി. അലിയൻ സ്റ്റേഡിയത്തിലെ യുവന്റസ് ആരാധകർ മറ്റാർക്കു വേണ്ടിയും കൈയടിക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അന്നാ ദിവസം ഒഴികെ അമർഷത്തോടെയും പുച്ഛത്തോടെയും വരവേറ്റവന് വേണ്ടി തന്നെ എഴുന്നേറ്റ് നിന്ന് കൈയടിപ്പിച്ച ദിവസം 2018 ഏപ്രിൽ 3 ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ശക്തരായ യുവന്റസിനെ നേരിടാൻ റയൽ മാഡ്രിഡ് അലയൻസ് തട്ടകത്തിലെത്തിയ ദിവസം. കളി തുടങ്ങിയത് മുതൽ യുവന്റസ് ആരാധകർ നിർത്താൻ ഈ കളിയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഗൈസ്? എന്തൊരു രോമാഞ്ചമായിരുന്നു അന്ന്. ഞാൻ ഇങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വീട്ടിലിരുന്നത് ഇങ്ങനെ കാണുന്നത് എന്ത് രസമായിരുന്നു. എന്റെ അമ്മോ, രോമാഞ്ചം ആലോചിക്കാൻ പോലും വയ്യ എനിക്ക്. ഒരാൾക്ക് നേരെ മാത്രം പരിഹസിക്കുകയും മോശമായ വാക്കുകൾ കൊണ്ട് അഭിഷേകം നടത്തുകയും ചെയ്യുന്നു. അയാളുടെ പാദങ്ങളിൽ പന്തെത്തുന്ന സമയം തെറിവിളിയും ഉച്ചത്തിലുള്ള മുറവിളിയുമായി ടൂറിനിലെ ആരാധകർ അയാളെ നിർത്താതെ പിന്തുടരുന്നു. എന്നാൽ അതിലൊന്നും ശ്രദ്ധിക്കാതെ അയാൾ കളിയിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു. 64-ാം മിനിറ്റിൽ ഡാനി കാർവഹലിൽ നിന്നും തൊടുത്തുവിട്ട ഒരു ഷോട്ട്. അന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡറും ഗോൾ കീപ്പറും നോക്കി നിൽക്കെ ആ 7-ാം നമ്പറുകാരൻ പുൽമേടുകളിൽ ഒരു മായാജാലം കാണിക്കുന്നു. വായുവിൽ നിന്നും ഒരു നൃത്ത സമാനമായ മായാജാലം കൺകുളിർക്കെ കണ്ട് ഫുട്ബോൾ കാണാത്ത എനിക്ക് പോലും അത് പെട്ടെന്ന് കണ്ടോ രോമാഞ്ചം വന്നു. സത്യം പറഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ശക്തിയെത്തുന്ന സമയം അതിലൊന്നും ശ്രദ്ധിക്കാതെ അയാൾ കളിയിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു. 64-ാം മിനിറ്റിൽ ഡാനി കാർവഹലിൽ നിന്നും തൊടുത്തുവിട്ട ഒരു ഷോട്ട്. അന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡറും ഗോൾ കീപ്പറും നോക്കി നിൽക്കെ ആ 7-ാം നമ്പറുകാരൻ പുൽമേടുകളിൽ ഒരു മായാജാലം കാണിക്കുന്നു. വായുവിൽ നിന്നും ഒരു നൃത്ത സമാനമായ ഈ ഗോളിന്റെ ആണോ മറ്റേ ഈ എല്ലായിടത്തും ഇങ്ങനെ പുള്ളിയുടെ ഇങ്ങനെ ചാടിയ ഹൈറ്റ്? അത് ഹെഡ് അല്ലേ? അതെന്തോ ഹെഡ് ചെയ്തതിന്റെ അല്ലേ? ആണല്ലേ, അത് ഹെഡ് ചെയ്തത് വേറെ. മായാജാലം കൺകുളിർക്കെ കണ്ടു നിൽക്കുകയല്ലാതെ യുവന്റസ് ഡിഫൻഡേഴ്സിന് മറ്റൊന്നിനും സാധിക്കുകയില്ല. കാലത്തിനെ പോലും യുവന്റസിൽ പിടിച്ചു നിർത്താൻ കെൽപ്പുള്ള ഒരു ഗോൾ. ഇന്നും ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ തലപ്പത്തുള്ള ഗോൾ. അത്ര നേരം പരിഹസിച്ചവരും വിമർശിച്ചവരും തലയിൽ കൈവച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് അയാളെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് അയാളെ ധൈര്യമായി പേരെടുത്ത് വിളിക്കാം. ബെർണബ്യൂയുടെ പുത്രൻ, ദ റിയൽ അൺസ്റ്റോപ്പബിൾ മാൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി, ക്രിസ്ത്യാനോ റൊണാൾഡോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഫുട്ബോൾ കാണാത്ത എനിക്ക് രോമാഞ്ചം വന്നു. അപ്പൊ ഇത് കാണുന്ന നിങ്ങളുടെയൊക്കെ എന്റെ അമ്മോ കിട്ടുന്ന വീഡിയോ അല്ലേ ഇത്? നമ്മളൊന്നിച്ച് കട്ട കാശ്. ലാസ്റ്റ് ഡയലോഗ് വാസ് അൺഎക്സ്പെക്ടഡ്. കാര്യം നിന്റെ ബുദ്ധിയൊക്കെ ആണെങ്കിൽ എന്റെ ജീവൻ പണയം വെച്ചാൽ ഞാൻ എനക്ക് കൂട്ടുന്നത്. അപ്പൊ അതിനൊരു പങ്ക് എനിക്കും കിട്ടണ്ടേ? അതിങ്ങ് തന്ന നമ്മൾ തമ്മിലുള്ള ഇടപാടങ്ങ് തീരും. ഞങ്ങൾക്ക് ഒരുപാട് ദൂരം പോകാനുള്ളതാ, തിരക്കുണ്ട്. നീ വെറുതെ മെനക്കേടുണ്ടാക്കാതെ പോവാൻ നോക്ക്. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയുടെ കുണ്ടിനാ കാച്ചെടുക്കണ പുല്ലേ. അത്ര ആറ്റിറ്റ്യൂഡ് ഇട്ട് സംസാരിച്ചവരോട് പറയാൻ പറ്റിയ റിപ്ലൈ ആണോ അത്? നമ്മളൊന്നിച്ച് കട്ട കാശ്. പുല്ലേ പോവാൻ നോക്ക്. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയുടെ കുണ്ടിനാ കാച്ചെടുക്കണ പുല്ലേ. അല്ലേ അത്? അയ്യോ. I am going to be alone forever. Am I going to be alone forever? Am I ever going to find the right person? And even so, am I the right person for the person I deem the right person? In the back of my mind, I already know to take it one day at a time and to not stress about the future and the uncertainty. But I always ask the question, am I going to be alone? Because I never have any evidence to prove that I can hold a long-term relationship. I don't know if I'm good enough. I don't know if I'm attractive enough to be in a relationship and to be loved to its fullest extent. I don't know if I'm enough. I don't know if I make someone feel loved. I don't really know if any of the love I've experienced has ever been real. Absolutely correct. I'm a very simple person, but I'm not sure if that's something that I will find nowadays. And this isn't to be performative. I just have been alone for so much of my life. I've always craved that romantic and intimate relationship, but yet I've never really found it. And I know a lot of people will say I'm in a rush, or there's no need to be in a rush. You'll have it one day, but one is one day. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിടാ ലൈവ് കാണുന്ന എല്ലാവർക്കും. അതിന് ഞാൻ ചോദിക്കാന്ന് പറഞ്ഞു വരുന്നത് ബ്രോ. ആരോ ഗിഫ്റ്റ് അയച്ചല്ലോ, ആരായിരുന്നു?
ബ്രോ PR ആകാശ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 5 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തടാ. അവൻ ഒറ്റയ്ക്ക് ഇരിക്കണം. എന്താ ഹലോ ജോക്കിയെ എടുക്കും. ജോക്കിയെ കുറെ അവസ്ഥ എടുക്കും. ജോക്കിയെ ഇന്നലെ കണ്ടില്ലായിരുന്നു അപ്പാപ്പനെ ചെയ്തപ്പം ഉണ്ടായിരുന്ന എടുക്കുന്ന മാത്രം അവന്മാർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അധികം പറയാം. ഞാനിപ്പോ പറഞ്ഞ് സോൾവ് ചെയ്തത് പറഞ്ഞില്ല. ഇത് ആരുടെ കൊണ്ടിട്ടത് ഇപ്പൊ ഇങ്ങനെ ഇത് ഏത് ഗെയിമാണോ ഇത്? പിന്നെ കൊറിയനോ ചൈനീസ് ആണ്. കറക്റ്റ് ഞാൻ ഓടിക്കണം അതേപോലെ തന്നെയല്ലേ? നോക്ക് ഭയങ്കര സിമിലാരിറ്റി. എന്റെ ഗെയിം പ്ലേ കട്ട് വെച്ചാണോന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. വണ്ടി ഓപ്പോസിറ്റ് ചെയ്യുന്ന വണ്ടിയുടെ സ്പീഡ് കണ്ടോ? സ്പീഡ് കൂട്ടിയതാണോ? സ്റ്റിയറിംഗ് വെച്ച് തിരിക്കാൻ ഭയങ്കര കഷ്ടമല്ലേ അളിയാ? ഭയങ്കര പാടാടാ. അത് വിചാരിക്കണ പോലൊന്നും അല്ല. എന്റെ താള് കയറി വരുന്നു. അത് ഞാനല്ലേ? നീയാണോ? അല്ല, നീ അപ്പുറത്തെ ബിൽഡിംഗ്. അപ്പൊ എന്റെ ബിൽഡിംഗ് നീയല്ലേ? അല്ലല്ല, ശിവനെ രണ്ടുപേരും അപ്പുറത്തെ ഇപ്പുറത്തെ ബിൽഡിംഗ് എലിമിയുടെ കൂടെ എത്തട്ടെ. നേരത്തെ ലൂട്ടെടുത്ത് എനിക്ക് ഓർമ്മ ഈകള് ബാത്റൂമിന് പോയി ഒരുത്തന്നെ നോക്കിയോണ്ടൊന്നല്ല. അത് ഓർമ്മ വരുന്നത് എനിക്ക്. എന്റെ ബിൽഡിങ്ങിലോട്ട് കയറി. എന്റെ ബിൽഡിങ്ങിലോട്ട് കയറി. വാ, ഓടിവാ. എന്റെ ബിൽഡിംഗ് അല്ലല്ലോ, നിന്റെ ബിൽഡിംഗ് അല്ലേ? എന്റെ ബിൽഡിംഗ് കൊണ്ടായിട്ട് ഞാൻ അടിച്ചില്ല. ഇനി ഞാൻ നിന്റെ ബിൽഡിംഗ് വന്ന് അവനെ അടിക്കണോ? നീ ആയിരുന്നോ? ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആദ്യമായിട്ട് കളിക്കുന്നവരുടെ അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെയാ. PUBG PC ബാഗ് ഉണ്ടാ? ഇല്ല, എനിക്ക് എന്റെ ഒരെണ്ണം കിടപ്പുണ്ട്. അത് എനിക്ക് വേണ്ടേ? ഞാൻ തോത്തിയിട്ട് സാധനങ്ങള് ജൂടെ ദുനിയാവിലെ ഏത് ഭാഷ ഇത്? എവിടെ എവിടെ എവിടെയാ? എന്റെ ലൂട്ടിന്റെ പണ്ണി ആയിരുന്നല്ലേ അവൻ? സിറ്റി അപ്പായി. എടാ ഈ വട്ടം സിറ്റി അപ്പായില്ലെങ്കിൽ ഈ സ്പാം ആരും ഇല്ല. സിറ്റി സീറോ സീറോ. സിറ്റി അപ്പായില്ലെങ്കിൽ സ്പാം ചെയ്ത എല്ലാവരും കുണ്ടന്മാരെ. കുണ്ടന്മാര് ചൂടാദ്യം മെസ്സേജ് കിട്ടും തോന്നുന്നു ചാറ്റില്. എനിക്കാ പദവി വേണം. സിറ്റി റീസ്റ്റാർട്ടാ നോട്ടിഫിക്കേഷൻ വന്ന്. എന്താണ് ചൂടെ? എന്തൊരവസ്ഥയാണോടാ. ഞാൻ അയ്യോ, ഇനിയിപ്പോ എന്തായാലും 12 മണിയായി സമയം. ഞാനൊരു 2 മണിക്കൂർ ലൈവ് ഉണ്ടാവുള്ളൂ എന്തായാലും.